7th സ്റ്റാൻഡേർഡ് യൂണിറ്റ് 7 സ്പീഡ് മാത്ത്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ 2 വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അൺനോൺ ഡിസ്റ്റൻസ്. ബാബു വെൻറ്റ് ടു മാനന്തവാടി ബൈ ബസ് ടു സീ ഹിസ് ഫ്രണ്ട്. ബാബു മാനന്തവാടിയിൽ പോയിരിക്കുന്നത് ബസ്സിലാണ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ് വാസ് 40 km/h. ബസ്സിൻ്റെ സ്പീഡ് 40 km/h ആണ്. He came back in a car at an average speed of 60 km/h. പോകുമ്പോൾ കുറച്ച് സ്ലോ ആയിരുന്നു, വരുമ്പോഴേ ഇത്തിരി സ്പീഡ് കൂടി. ആവറേജ് സ്പീഡ് പോകുമ്പോൾ 40 ആയിരുന്നു, വരുമ്പോഴെന്തായിട്ട് മാറിയത് 60 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ്? അത് നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടെത്തണം. ലെറ്റ് ഡിസ്റ്റൻസ് ടു മാനന്തവാടി 120 km. വൈ വി ടേക്ക് 120 km? നമുക്കതിൻ്റെ LCM എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ കംപ്ലീറ്റ്, അതായത് 40യും 60യും കോമൺ ഉള്ളത് നമുക്ക് 120 ആണ് അല്ലേ. 4ൻ്റെയും 6ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ട് 120 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എടുത്തിട്ട് ചെയ്യാം. നമുക്ക് രണ്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു നമ്പറാണ്. സോ ടേക്ക് ഡിസ്റ്റൻസ് ടു മാനന്തവാടി 120 km. ആവറേജ് സ്പീഡ് ഈസ് ഗിവൺ അല്ലേ. നമ്മുടെ ഓൺവാർഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആവറേജ് സ്പീഡ് 40 km/h. ടൈം ഫോർ ഓൺവേർഡ് ട്രിപ്പ് ഈക്വൽ ടു 120/40. ദാറ്റ്സ് ഈക്വൽ ടു 3 hours. അപ്പോൾ ഡിസ്റ്റൻസ് 120 km ആണ്. അതിൻ്റെ ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ടായിരുന്നു 40 ആണെന്ന്. ടൈം എടുക്കുന്നത് 120/40 ഈക്വൽ ടു 3 hours. ആവറേജ് ഓഫ് റിട്ടേൺ ട്രിപ്പ് ഡിസ്റ്റൻസ് മാറുന്നില്ല, പക്ഷേ ആവറേജ് സ്പീഡ് ചേഞ്ച് ചെയ്തു അല്ലേ. നേരത്തെ 40 ആയിരുന്നു, ഇപ്പോഴെന്തായിട്ട് മാറിയത് 60. അപ്പോൾ നമുക്കറിയാം അപ്പോൾ ടൈം കുറയുക ചെയ്യാം. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നതിന് നമുക്ക് എത്താനുള്ള സാധ്യത എന്താണ്, കുറച്ച് കുറയും അല്ലേ. നമ്മുടെ ടൈം കുറച്ച് കുറയും. ആവറേജ് ഓഫ് റിട്ടേൺ ട്രിപ്പ് ഈക്വൽ ടു 60 km/h. ടൈം ഫോർ ദ റിട്ടേൺ ട്രിപ്പ് ഈക്വൽ ടു 120/60. 120/60 ഈക്വൽ ടു 2 hours. ആവറേജ് സ്പീഡ് ഓഫ് എൻട്രി ട്രിപ്പ് ഈക്വൽ ടു, നമുക്കത് രണ്ട് വിധത്തിൽ കണ്ടുപിടിക്കാം. ഒന്ന് ആവറേജ് സ്പീഡാണ്, മറ്റേത് ആവറേജ് ഓഫ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ഓഫ് എൻട്രി ട്രിപ്പ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 120 + 120 അല്ലേ. അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ടോട്ടൽ ഡിസ്റ്റൻസ് 120 + 120 ദാറ്റ്സ് ഈക്വൽ ടു 240. ഇനി ടൈം നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ 3 hour ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 hour ആണ്. സോ ടൈം ടോട്ടൽ അവർ 5. 240/5 ഈക്വൽ ടു 48 km/h. അപ്പോൾ ടോട്ടൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടിയുള്ള നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 240/5 ആണ്. 240 ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ദാറ്റ്സ് ഈക്വൽ ടു 48 km/h. നെക്സ്റ്റ് ആവറേജ് ഓഫ് സ്പീഡ് ഈക്വൽ ടു 60 + 40/2. 60 + 40 is 100. 100/2 ഈക്വൽ ടു 50 km/h. Johnny's journey. Johnny went to his uncle's house riding his bicycle at 15 km/h. ജോണി അങ്കിളിൻ്റെ വീട്ടിൽ പോകുമ്പോൾ സൈക്കിൾ എടുത്തിട്ടാണ് പോയത്. അതിൻ്റെ സ്പീഡ് 15 km/h ആണ്. ആൻഡ് കെയിം ബാക്ക് അറ്റ് 10 km/h. വരുമ്പോഴെന്തായി, കുറച്ചും കൂടെ സ്പീഡ് കുറച്ചു. പോകുമ്പോൾ കുറച്ച് സ്പീഡിലായിരുന്നു പോയിരുന്നത്, വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചു, 10 km/h. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി? അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഡിസ്റ്റൻസ് 10 15 ആണ് അതിൻ്റെ ആവറേജ്. സോ ഐ ടേക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 km. നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് 10 × 15 എന്താണ് LCM എന്ന് പറയുന്നത് 30 ആണ്. ആവറേജ് ഓഫ് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഓൺവേർഡ് ആണ്. ഓൺവേർഡ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ളതാണ്. 15 km/h. ഓൺവേർഡ് ട്രിപ്പ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ 15 km/h ആയിരുന്നു. ടൈം ഈക്വൽ ടു 30/15 അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ആവറേജ് സ്പീഡ് 30/15 ഈക്വൽ ടു 2 hours. ദെൻ അത് ഇങ്ങോട്ടേക്ക് വരുന്നത് റിട്ടേൺ ട്രിപ്പിൽ നമ്മുടെ ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും എന്ത് തന്നെയാണ്, ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 km. ആവറേജ് ഓഫ് റിട്ടേൺ ട്രിപ്പ് 10 km/h. അപ്പോൾ ടൈം മാറിയല്ലേ, കുറച്ച് മെല്ലനെ പോകുമ്പോൾ 2 hour ആയിരുന്നു, ഇപ്പോൾ സ്പീഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. നേരത്തെ 15 km/h ആയിരുന്നു അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ്.
average speed. Now it is 10 km per hour. So time changes to 30 by 10 equal to 3 hours. അപ്പോൾ 30 km പോകുന്നത് 10 km per hour average speedലാണ്. So time increased 3 hours. Average speed equal to 30 plus 30. Total distance by total time. Total distance equal to 30 plus 30 by 2 plus 3 is total time. Total distance by total time. Average speed equal to total distance by total time. 60 by 5 equal to 12 km per hour. And average of speed എന്ന് പറയുന്നത് നമ്മുടെ 15 കിലോമീറ്ററും 10 കിലോമീറ്ററും ഉണ്ടായിരുന്നു. അതിൻ്റെ ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ടായിരുന്നു. Then add take the half. 25 by 2 equal to 12.5 km per hour. Average speed of vehicle. Next, in seconds. A vehicle travel at an average speed of 72 km per hour. How much will it move in 1 second? 1 ഹവറിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ 72 km per hour എന്ന് പറയുമ്പോൾ 1 ഹവറിൽ മൂവ് ചെയ്യുന്നതാണ് 72 km. Given average equal to 72 km per hour, then that means here kilometer per hour. Therefore 1 hour 72 km. Hour means ഒരു മണിക്കൂറിൽ പോകുന്നത് 72 km. 1 hour 72 km. Therefore 1 hour means 60 minutes. 1 ഹവറും 60 മിനിറ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. 60 മിനിറ്റ് ഈക്വൽ ടു 72,000 മീറ്റർ. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 72 കിലോമീറ്റർ തന്നെയാണ്. പക്ഷേ ഞാനത് എന്ത് ചെയ്തു, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 zeros അല്ലേ, 72,000 മീറ്റർ. 1 മിനിറ്റ് ഈക്വൽ ടു 72,000 by 60. 1 minute equal to here 1 hour 72 kilometer. 1 hour is same as 60 minutes. 60 minutes equal to 72,000 meter. Then 1 minute equal to 72,000 by 60. നമുക്ക് ഡിവിഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 0 ഫസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാം. Then 7,200 by 6. 7,200 by 6 7 1 time. Then 1 balance. Then 12 2 times. 12 പിന്നെ അവിടെ 0 വന്നു, ഇവിടെ 2 0 ബാലൻസ് ഉണ്ട്, അത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്ലേസിലാണ് എഴുതുക. Then 1,200 meter. 1 minute means 60 second. അത് ചേഞ്ച് ചെയ്ത് വരുന്നത് നോക്കണം. 1 hour എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. 1 minute കണ്ടു. ഇനി നമുക്കറിയാം 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. That means 1 minute changes to 60 second. 60 second is same as 1,200 meter. Same 1,200 meter. Then 60 second equal to 1,200 meter. 1 second equal to, then divide by 60. 0 got cancel. 120 by 6 equal to 20 meter. 1 second covered by 20 meter. അപ്പം നമ്മുടെ ആവറേജ് സ്പീഡ് എന്ത് പറയാം, നമുക്ക് 20 meter per second. നമ്മുടെ ക്വസ്റ്റ്യൻ 72 kilometer per hour ആയിരുന്നു, അത് മാറിയിട്ട് 20 meter per second ആയിട്ട് മാറിയിട്ടുണ്ട്. സെക്കൻഡിൽ 1 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, 20 meter മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദ സ്പീഡ് പെർ ഹവർ ഓഫ് വെഹിക്കിൾ ഡൂയിങ് 50 meter per second. നമുക്ക് സ്പീഡ് ഓഫ് പെർ ഹവറിൽ കാണണം, സെക്കൻഡിൽ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഹവറിൽ തന്നത് സെക്കൻഡിലേക്ക് മാറ്റി, ഇപ്പം എന്ത് ചെയ്യണം, സെക്കൻഡിൽ തന്നത് ഹവറിലേക്ക് ചേഞ്ച് ചെയ്യണം. 1 second equal to 15 meter. This is given. 1 second equal to 15 meter. 60 second equal to 15 meter multiple by 60. നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയത്, ഇപ്പം എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. നമുക്കറിയാം വലുത് തന്നിട്ട് ചെറുത് കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡിവൈഡ് ചെയ്യും. പക്ഷേ ചെറുത് തന്നിട്ട് വലുത് കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ചെയ്യും. 1 second equal to 15 meter. 60 second equal to 15 meter into 60. Multiply to get 900 meter. 1 minute equal to 900 meter. 1 minute equal to 900 meter. 60 minute equal to 900 into 60. 60 minute equal to 900 into 60. 9 into 6 54. 9 6 are 54. Then here 1 2 3 0. Therefore our answer changes to 54,000. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 1 second തന്നിട്ടുണ്ട് 15 meter. 1 second equal to 15 meter. 60 second equal to 15 meter into 60. That's equal to 900 meter. 1 minute equal to 900 meter. Then 60 minute equal to 900 into 60. First multiple the numbers. 9 6 54. Then here 2 0. Then 1 0. Total 3 0. Write it. 54,000.
60 minute means 1 hour. 1 hour equal to 54,000. Then 54,000 meter, that is 54 kilometer. അപ്പോൾ നമ്മുടെ സെക്കൻഡിലുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹവേഴ്സിലേക്ക് മാറ്റി. Therefore, average speed of the vehicle equal to 54 kilometer per hour. A train travels at an average speed of 36 kilometer per hour. How far will it go in 3 minutes? 1 hourൽ ട്രാവൽ ചെയ്യുന്നത് 36 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് എവിടെ ട്രാവൽ ചെയ്യും? അപ്പോൾ 3 മിനിറ്റ് കാണുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? 1 മിനിറ്റ് കാണണം. 1 മിനിറ്റ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 മിനിറ്റ് കിട്ടും. സോ ഫസ്റ്റ് ഗിവൺ ആവറേജ് സ്പീഡ് ഈക്വൽ ടു 36 കിലോമീറ്റർ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 36 കിലോമീറ്റർ. ദെൻ 1 ഹവർ ആവറേജ് സ്പീഡ് 36 കിലോമീറ്റർ പെർ ഹവർ ആണ്. 36 kilometer per hour. Therefore, hour 1 hour equal to 36 kilometer. 1 hour equal to 36 kilometer. 1 hour means 60 minutes. 60 minutes equal to 36,000. എന്തുകൊണ്ടാണ് 36 കിലോമീറ്റർ എന്ന് പറയുന്നത് 36,000 മീറ്റർ ആണ്. 30 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 60 minutes equal to 36,000 meter. 60 minutes, then 1 minute equal to we divide by 60, then 1 0 got cancel. 3600 by 6. അപ്പോൾ നമ്മൾ 36ൽ 6 ടൈം ആണ്. then 600 is our answer. 1 minute 600, therefore 3 minute equal to we multiple 3 into 600, that's equal to 1800 meter. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിൻ ട്രാവൽ അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ ഹവർ. 1 ഹവറിൽ 36 കിലോമീറ്റർ ആണ്. ആവറേജ് സ്പീഡ് 36 കിലോമീറ്റർ പെർ ഹവർ. 1 ഹവർ അതാണ് നമ്മുടെ 36. 1 ഹവർ 36. 1 ഹവർ മീൻസ് 60 മിനിറ്റ്. 1 ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. നന്നായിട്ട് ഓർമ്മിക്കണം, നമ്മുടെ ക്ലോക്കിലുള്ള ഹാൻഡിൻ്റെ കാര്യമാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൻഡാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ആ സെക്കൻഡ് ഹാൻഡ് 60 ടൈംസ് നമ്മുടെ അതിൻ്റെ മൂവ് ചെയ്ത് എത്തിക്കഴിഞ്ഞാലാണ് അതിനെയാണ് എന്ത് പറയുക? 1 മിനിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 ടൈംസ് ആയി കഴിഞ്ഞാൽ അതെന്തായി? 1 ഹവറായിട്ട് മാറി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നല്ല ധാരണ ഉണ്ടാവണം. 1 ഹവർ 36 കിലോമീറ്റർ. 1 ഹവർ മീൻസ് 60 മിനിറ്റ്. 1 ഹവർ ആൻഡ് 60 മിനിറ്റ് സെയിം. 1 ഹവർ ഈക്വൽ ടു 60 മിനിറ്റ്. അപ്പോൾ നമുക്കതിനെ ചേഞ്ച് ചെയ്ത് 36 കിലോമീറ്റർ ഈസ് ചേഞ്ചസ് ടു 36,000 മീറ്റർ. ബോത്ത് ആർ സെയിം. 36 kilometer is same as 36,000 meter. 1 minute equal to 36,000 by 60. 1 0 got cancelled. Divide by 2 get 600. 1 minute 600. So 3 minutes equal to 3 into 600. 1800 meter. A 180 meters long train takes 9 seconds to pass a vertical pole. What is the average speed of the train in kilometer per hour? Given distance equal to 180 meter. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ 180 മീറ്റേഴ്സ് ലോങ് ട്രെയിൻ ആണ്. ട്രെയിനിൻ്റെ പറഞ്ഞിട്ടുണ്ട് ലോങ് എന്ന്. അത് തന്നെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് വരിക. ഡിസ്റ്റൻസ് 1 ലോങ് ട്രെയിൻ ടേക്ക് 9 സെക്കൻഡ് ടു പാസ് എ വെർട്ടിക്കൽ പോൾ. അതായത് അവിടം വരെ മൂവ് ചെയ്യുന്നത് ഇതാ പറയുന്നത് 9 സെക്കൻഡ് കൊണ്ട് അത് കംപ്ലീറ്റ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 180 മീറ്റർ. ടൈം 9 സെക്കൻഡ്. അപ്പം 9 സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്യുന്നത് 180 മീറ്റർ ആണ്. 9 സെക്കൻഡ്സിൽ 180 മീറ്റർ ആകുമ്പോൾ 1 സെക്കൻഡ് ഈക്വൽ ടു 180 by 9 ഈക്വൽ ടു 20 മീറ്റർ. 9 സെക്കൻഡ് 180 മീറ്റർ. 1 സെക്കൻഡ് ഈക്വൽ ടു 1 സെക്കൻഡ് ഈക്വൽ ടു 180 by 9 ഈക്വൽ ടു 20 മീറ്റർ. 9 സെക്കൻഡ് 180. 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 180 by 9 ആണ്. ഇവിടെയുള്ള 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെർഫോർ ആൻസർ 20 മീറ്റർ. ദെൻ 60 സെക്കൻഡ്. 1 സെക്കൻഡ് 20. ദെർഫോർ 60 സെക്കൻഡ്. 60 സെക്കൻഡ് നമുക്ക് വേണ്ടുന്നത്, ഈ ടൈം നമുക്ക് വേണ്ടുന്നത് 9 സെക്കൻഡിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ഹവേഴ്സിലാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹിയർ ഗിവൺ ലോങ് ട്രെയിൻ ടേക്ക് 9 സെക്കൻഡ്. സെക്കൻഡ് തന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഹവറിലേക്ക് മാറ്റലാണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡിന് ഹവറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരണം. 9 സെക്കൻഡ് 180 മീറ്റർ. 1 സെക്കൻഡ് ഈക്വൽ ടു 180 by 9 ഈക്വൽ ടു 20 മീറ്റർ. 1 second 20 meter, then 60 second. 60 second equal to 20 into 60 meter. 2 6 are 12, then write 20. 2 6 are 12, then write 20. 1200 meter. 1 minute equal to 1200 meter.
60 സെക്കൻഡ് ഈക്വൽ ടു 1200 മീറ്റർ. 60 സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് 1 മിനിറ്റ്. 1 മിനിറ്റ് ഈക്വൽ ടു 1200 മീറ്റർ. 60 മിനിറ്റ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ബൈ 1200 ഇൻറ്റു 60. 1 minute equal to 1200 meter. 60 minute equal to 1200 into 60. 1 hour, 60 minute means 1 hour. 1 hour equal to 72,000 meter. 72,000 meter. 1 hour equal to 72,000 meter means 72 kilometer. 72 kilometer. Next question. A car goes an average speed of 36 kilometer per hour for 15 minutes. 15 മിനിറ്റിലാണ് 36 കിലോമീറ്റർ മൂവ് ചെയ്യുന്നത്. പക്ഷെ അത് പെർ ഹവർ ഒരു മണിക്കൂറിൽ 36 ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയുന്നൊരു കാര്യമുണ്ട്. 1 hour 36 ആണെങ്കിൽ ഹാഫ് അവർ എന്തായിരിക്കും 18. അപ്പോൾ 15 എന്ന് പറയുന്നത് അതിൻ്റെയും ഹാഫാണ് അല്ലേ. ആൻഡ് 60 കിലോമീറ്റർ ഫോർ ദ നെക്സ്റ്റ് 15 മിനിറ്റ്സ്. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഇറ്റ് കവർ? എത്ര ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Average speed equal to 36 km per hour. Therefore 1 hour equal to 36 60 minute. 1 hour എന്ന് പറയുന്നത് 60 മിനിറ്റ്. എന്തുകൊണ്ടാണ് 60 മിനിറ്റിലേക്ക് മാറ്റിയത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 50 മിനിറ്റ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. 1 hour equal to 36 കിലോമീറ്റർ. 60 മിനിറ്റ് സെയിം ആസ് 36 കിലോമീറ്റർ. 30 മിനിറ്റ്സ് 18 കിലോമീറ്റർ. 15 മിനിറ്റ്സ് 9 കിലോമീറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ആവറേജ് സ്പീഡ് 36 കിലോമീറ്റർ പെർ ഹവർ ആണ്. ദാറ്റ് മീൻസ് 1 hour equal to 36 kilometer. 1 hour equal to 36 kilometer. 60 minute equal to 36 kilometer. 1 hour എന്ന് പറയുന്നത് തന്നെയാണ് 60 മിനിറ്റ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് മാറിയത്. 1 hour 36, 60 മിനിറ്റ് 36. 30 മിനിറ്റ്സ് 60 മിനിറ്റ് 36. 30 മിനിറ്റ്സ് ഈക്വൽ ടു 18 കിലോമീറ്റർ. 15 മിനിറ്റ്സ് ഈക്വൽ ടു 9 കിലോമീറ്റർ. ഓർ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 1 hourൽ 36 കിലോമീറ്റർ ആണെങ്കിൽ 15 മിനിറ്റ്സിൽ അത് 9 കിലോമീറ്റർ ആയിരിക്കും. ഹിയർ അനദർ മെത്തേഡ്. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 36 ടൈം 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് 1/4 ഹവർ ആണ്. 1 hour ആണ് നമ്മുടെ 1 hour ആണ് 60 മിനിറ്റ്. 1 hour 60 മിനിറ്റ് ആണ്. അപ്പോൾ ഹാഫ് അവർ എന്ന് പറഞ്ഞാൽ അത് 30 മിനിറ്റ് ആണ്. ഇവിടെ നമുക്ക് 15 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാഫിൻ്റെയും ഹാഫ് 1/4 hour ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടൈം. വി നോ ദാറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം. ഹിയർ ആവറേജ് സ്പീഡ് ഈക്വൽ ടു 36. സോ മൾട്ടിപ്പിൾ 36 ഇൻറ്റു 1/4. 36 into 1/4 equal to 36 into 1 36. 36/4 that's equal to 9 kilometer. 36 into 1/4 equal to 9 kilometer. അതായത് 36/4 ആണ്. 4ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക. ഫോർ 9 കിലോമീറ്റർ. ആവറേജ് സ്പീഡ് ഓഫ് നെക്സ്റ്റ് ട്രിപ്പ് അല്ലെ, രണ്ടാമത്തെ ട്രിപ്പിൽ ആവറേജ് സ്പീഡ് മാറിയിട്ടുണ്ട്. അത് 60 ആയി. നേരത്തെ 40 ആയിരുന്നു, ഇപ്പോഴെന്തായി മാറിയത് 60 ആയിട്ട് മാറി. ഫോർ ടൈം ഈക്വൽ ടു ഹാഫ് അവർ 1/4 ഹവർ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ടൈം ഈക്വൽ ടു 1/4 ഹവർ. ദെൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു 60 into 1/4. ഫോർ 15 കിലോമീറ്റർ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ എന്താണ് 9 കിലോമീറ്ററും പിന്നത്തെ 15 മിനിറ്റ്സിൽ 15 കിലോമീറ്ററുമാണ് വെഹിക്കിൾ മൂവ് ചെയ്തിട്ടുള്ളത്. വി നോ ദാറ്റ് ഡിസ്റ്റൻസ് ഇക്വേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ടൈം. നെക്സ്റ്റ്, രാമു ആൻഡ് സലീം ട്രാവൽ ടു തിരുവനന്തപുരം ഫ്രം ദ സെയിം പ്ലേസ്. ഒരേ സ്ഥലത്തു നിന്നാണ് തിരുവനന്തപുരത്തേക്ക് രാമുവും സലീമും പുറപ്പെട്ടിരിക്കുന്നത്. ഈച്ച് ഓഫ് ഹിസ് ഓൺ കാർ. അവർ രണ്ടുപേരും അവരുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. രാമു ഡിഡ് ദ ഓൺവേർഡ് ജേർണി അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 120 കിലോമീറ്റർ. അവൻ പോകുമ്പോൾ നല്ല സ്പീഡ് എടുത്തു, 120 കിലോമീറ്റർ പെർ ഹവർ. 1 hourൽ 120 കിലോമീറ്റർ ആയിരുന്നു. ആൻഡ് ദ റിട്ടേൺ ജേർണി അറ്റ് 50 കിലോമീറ്റർ. പക്ഷെ തിരിച്ചു വരുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. പോകുമ്പോൾ നല്ല സ്പീഡ് എടുത്തു, വരുമ്പോഴെന്താ വന്നത് 50 കിലോമീറ്റർ പെർ ഹവർ. സലീം ഡിഡ് ബോത്ത് ട്രിപ്പ് 60 കിലോമീറ്റർ. അവൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരേ സ്പീഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹൂ മെയ്ഡ് ദ ജേർണി ഇൻ ലെസ് ടൈം. ആരാണ് ജേർണി കുറച്ച് സമയമായിട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫോർ ദാറ്റ് ഫസ്റ്റ് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്താണ്. ഈ രണ്ട് ക്വസ്റ്റ്യനിലും പുറപ്പെടുന്ന സ്ഥലം സെയിം ആണ്, പോകുന്ന സ്ഥലവും സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? രണ്ട് സ്ഥലത്തു നിന്നും ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികൾ
എന്ത് ചെയ്യുന്നു, കണ്ണൂരേക്ക് പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 2 പേരുടെ ഡിസ്റ്റൻസും സെയിം തന്നെയല്ലേ. ചിലപ്പോൾ ഒരാൾ കാറിൽ പോകും, ചിലപ്പോൾ ഒരാൾ വേറൊരു കാറിൽ പോകും അല്ലേ. രണ്ടാളും 2 ടൈപ്പ് ആണെങ്കിൽ 2ൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കുന്നു. ഒരു കാർ സ്പീഡ് പോയാൽ വേഗത്തും, മറ്റേത് മെല്ലനെ പോകുന്നുള്ളെങ്കിൽ എന്താവും, അത് സ്ലോ ആയിട്ട് എത്തുള്ളൂ. അതേപോലെയാണ് പറയുന്നത് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ് ഡി. ആവറേജ് ഓഫ് ഓൺവേർഡ് ജേണി, പോകുമ്പോഴുള്ള ഓൺവേർഡ് ജേണി എന്ന് പറയുന്നത് 120 km/h ആണ്. ടൈം ഈക്വൽ ടു വിനോദാറ്റ് ഡിസ്റ്റൻസ് ബൈ ആവറേജ്. അപ്പോൾ ഡി ബൈ 120 എന്നാണ് കിട്ടുക. ഡിസ്റ്റൻസ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ആവറേജ്. സോ ഡി ബൈ 120. നെക്സ്റ്റ് ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ജേണി. റിട്ടേൺ ജേണിയുടെ ആവറേജ് സ്പീഡ് എന്തായിരുന്നു? ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ജേണി ഈക്വൽ ടു 50 km/h. ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ജേണി ഈക്വൽ ടു 50 km/h. ദെൻ ടൈം ഈക്വൽ ടു ടൈം. അതിൻ്റെ ടൈം നമുക്ക് എങ്ങനെ കിട്ടും? ഡി ബൈ 50. എപ്പോഴും ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ആവറേജ് സ്പീഡാണ്. ടോട്ടൽ ടൈം ഈക്വൽ ടു, നമുക്ക് ആ ടോട്ടൽ ടൈം കാണാൻ വേണ്ടി രണ്ടും കൂടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം അല്ലേ. അതായത് ആദ്യം അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ളതിൻ്റെ ടൈമും ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ളതിൻ്റെ ടൈമും കൂടി പ്ലസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ് കുറവ് ടൈം എടുത്തത് എന്നുമാണ്. അപ്പോൾ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ടൈം കാണാൻ ഡി ബൈ 120 പ്ലസ് ഡി ബൈ 120. നമുക്ക് ഡിഫറൻറ്റ് എന്താണുള്ളത്? ന്യൂമറേറ്റർ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ന്യൂമറേറ്റർ എടുക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 × d, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120 × d വരും. പിന്നെ താഴെ 120 × 150 ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? ചെറിയൊരു ചേഞ്ച് വരും. ആൻസർ 50 + 120 എന്ന് പറയുന്നത് 170 ആണ്. 170 / 12 × 5 60 ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? 2 0 കൂടി എഴുതണം. അപ്പോൾ എന്താവും? അത് 6000 ആയിട്ട് മാറും. അപ്പോൾ 6000 ആയിട്ട് മാറുന്നത് ശ്രദ്ധിക്കുക. 170 d ബൈ 6000. അത് നമുക്ക് 0 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 170 എന്നുള്ളത് എന്തായിട്ട് മാറും? 17 ആയിട്ട് മാറും. അപ്പോൾ 17 d ബൈ 6000. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം നമ്മൾ ഡിയും ഡീൻ്റെ ഇവിടെയുള്ള സീറോസ് മുകളിൽ നമ്മൾ ഡിവിഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലും താഴെയുള്ള സീറോ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെട്ടിക്കളയുന്നത്. അപ്പോൾ 170 ബൈ 6000 എന്നുള്ളതിനെ 0 വെട്ടിക്കളഞ്ഞാൽ അത് 17 d ബൈ 600 ആയിട്ട് മാറും. 6600 ആയിട്ട് മാറും. ഒരു 0 പോയല്ലോ, മുകളിലും പോയി താഴെയും പോയി. അപ്പോൾ എന്താ വരുള്ളൂ? 17 d ബൈ 600. നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് സലീംസ്. സലീമിൻ്റെ കാര്യം നന്നായിട്ട് നോക്കുക. സലീമിൻ്റെത് പറയുന്നത് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ് അല്ലേ. രാമുവിൻ്റെ ഡിസ്റ്റൻസ് തന്നെയാണ്, 2 പേർക്കും ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ആവറേജ് സ്പീഡ് ഓഫ് ഓൺവേർഡ് ജേണീൻ്റെ എന്തായിരുന്നു? ഓൺവേർഡ് ജേണി എന്ന് പറയുന്നത് രാമുവിൻ്റെത് 120 km/h ആയിരുന്നു. ആവറേജ് സ്പീഡ് ഓഫ് ഓൺവേർഡ് ജേണി 60 km/h. സലീമിൻ്റെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സെയിം എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആവറേജ് സ്പീഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് സ്പീഡ് സെയിം തന്നെയാണ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഡിസ്റ്റൻസ് ബൈ ആവറേജ് സ്പീഡ്. അപ്പോൾ ഡി ബൈ 60 എന്ന് വരും. സെയിം ആവറേജ് സ്പീഡ് ഓഫ് റിട്ടേൺ ജേണീൻ്റെ എന്താണ്? ആവറേജ് സ്പീഡ് 60 km/h ആണ്. ദെർഫോർ ടൈം ഈക്വൽ ടു ഡി ബൈ 60. ടൈം ഈക്വൽ ടു ഡി ബൈ 60. ടോട്ടൽ ടൈം ഈക്വൽ ടു ഡി ബൈ 60 പ്ലസ് ഡി ബൈ 60. നമുക്ക് രണ്ടിൻ്റെയും ടൈം സെയിം ആവറേജ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും ടൈം നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഒരേ ടൈം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ടൈം എന്ന് പറയുന്നത് ഡി ബൈ 60 പ്ലസ് ഡി ബൈ 60 ആണ്. അപ്പോൾ നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആണ് അല്ലേ. താഴത്തെ ഭാഗം സെയിം ആയതുകൊണ്ട് നമ്മൾ മുകളിൽ ചുമ്മാ ആഡ് ചെയ്താൽ മാത്രം മതി. ഡി പ്ലസ് ഡി 2d ബൈ 60. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2d ബൈ 60 കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഫസ്റ്റിലേത്തത് രാമുവിൻ്റെ ജേണീൻ്റെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 17 d ബൈ 600 കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സലീമിൻ്റെ കിട്ടിയത് 2d എന്താണ്? 2d ബൈ 60 ആണ് കിട്ടിയിട്ടുള്ളത്. 2d ബൈ 60 ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പുറം വന്നത് 17 ബൈ 600 ആയിരുന്നു. നമ്മളതുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സലീമിൻ്റെ ജേണി എന്ന് പറയുന്നത് 2d ബൈ 60 ആയിരുന്നു. 2d ബൈ 60. പക്ഷേ നമ്മുടെ ഇങ്ങേ ഭാഗത്ത് ടൈം എന്ന് പറയുന്നത് 17 d ബൈ 600 ആണ്. അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഏതാണ് വലുത് എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സോ 2d ബൈ 60 മൾട്ടിപ്പിൾ ബൈ 10 ആൻഡ് മൾട്ടിപ്പിൾ ബൈ 10. 2d × 10 = 20d.
2D ഇൻറ്റു 10 ഈക്വൽ ടു 20D, 60 ഇൻറ്റു 10 ഈക്വൽ ടു 600. ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പം നമുക്ക് മനസ്സിലാവും ഏതാണ് വലുത്. ഏതാണ് വലുത് 20D. ടൈമിൽ ഏതാണ് വലുത് 20D/600. അപ്പോൾ ഇതാണ് വലുത് എന്ന് പറഞ്ഞാൽ സലീമാണ് കൂടുതൽ ടൈം എടുത്തിട്ടുള്ളത്. രാമു മെയ്ഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൂ മെയ്ഡ് ദ ജേർണി മോർ ടൈം എന്നല്ല, ലെസ് ടൈം എന്നാണ് അല്ലേ. അപ്പം ലെസ് ടൈം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ എഴുതേണ്ടത്? ഇതാണ് ചെറുത്. ഈ വാ തുറന്ന ഭാഗം വലുതിൻ്റെ ഭാഗത്താണ്. സോ 20D/600 ഈസ് ലാർജസ്റ്റ്, 17D/600 ഈസ് സ്മോളസ്റ്റ്. സോ രാമു മെയ്ഡ് ദ ജേർണി ഈസ് ലെസ് ടൈം. രാമു ആണ് കുറച്ച് സമയത്തിനുള്ളിൽ പോയിട്ട് വന്നത്. തിരുവനന്തപുരം പോയിട്ട് ഒരേ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് വന്നത്. സമയം കൊണ്ട് തിരിച്ചു വന്നത് ആരാണ്? രാമു ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു വിധത്തിൽ ചെയ്ത് നോക്കാം. രാമുവിൻ്റെ ആവറേജ് സ്പീഡ് എന്താണ്? രാമൂസ് ആവറേജ് സ്പീഡ് ഈക്വൽ ടു, രാമു പോകുമ്പോൾ പോയത് 120 km/h ആയിരുന്നു, തിരിച്ചു വന്നത് 50 km/h ആയിരുന്നു. അതുകൊണ്ട് രാമൂസ് ആവറേജ് ഓഫ് സ്പീഡിൻ്റെ ആവറേജ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഓഫ് സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് 120 ആയിരുന്നു. ട്രിവാൻഡ്രം പോകുമ്പോൾ ഉള്ള ആവറേജ് സ്പീഡ് 120 ആയിരുന്നു, വരുമ്പോൾ ഉള്ളത് 50 ആയിരുന്നു. സോ ആഡ് ദീസ് ടു. 120 + 50/2. 120 + 50/2. 120 + 50 ഈക്വൽ ടു 170. 170/2 ഈക്വൽ ടു 85 km/h. 85 km/h. അപ്പോൾ രാമൂസ് ആവറേജ് സ്പീഡ് ഈസ് 85 km/h. സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സലീംസ് ആവറേജ് ഓഫ് സ്പീഡ് കണ്ടുപിടിക്കാം. സലീംസ് ആവറേജ് ഓഫ് സ്പീഡ് ഈക്വൽ ടു 60. അവൻ്റെത് അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോഴും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ. 60 എന്നുള്ളത് സെയിം ഡിസ്റ്റൻസ് അല്ല, സെയിം സ്പീഡ് തന്നെയാണ് അല്ലേ. സ്പീഡ് കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല, ഒരേ സ്പീഡ് തന്നെയാണ് പോയിട്ടുള്ളത്. Therefore, Salim's average of speed equal to 60 + 60/2. That's equal to 60 km/h. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രാമുവിൻ്റെ സ്പീഡ് എന്താണ്? 85 ആണ്. അപ്പോൾ രാമുവിൻ്റെ സ്പീഡ് 85 ആണ്. നമ്മുടെ സലീമിൻ്റെ സ്പീഡ് എന്താണ്? 60 ആണ്. അപ്പോൾ ആരുതാണ് സ്പീഡ് കൂടുതൽ? രാമു സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ സലീം സ്പീഡ് കൂടുതൽ ആയിരുന്നത് രാമൂസിൻ്റെയാണ്. രാമുവിൻ്റെ സ്പീഡ് കൂടുമ്പോൾ നമുക്കറിയാം ടൈം എന്തായിരിക്കും? കുറയും അല്ലേ. സ്പീഡ് കൂടുമ്പോൾ നമ്മൾ വേഗത്തില്ലേ. അപ്പോൾ അതാണ് പറയുന്നത് രാമു സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ സലീം സലീമിൻ്റെ സ്പീഡാണ് നമ്മുടെ രാമുവിനേക്കാളും കുറവാണ് അല്ലേ. ഇവിടെ 60 km/h. ഇതിന് സ്പീഡ് കുറവാണ്, ഇതിന് നല്ല സ്പീഡുണ്ട്. അപ്പോൾ സ്പീഡ് കൂടുതലുള്ളതാണ് കുറച്ച് സമയത്തിനുള്ളിൽ എത്തുക. സോ രാമു മെയ്ഡ് ദ ജേർണി ഇൻ ലെസ് ടൈം. രാമുവിൻ്റെ ജേർണി എന്താണ്? ചെറിയ ടൈം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററൊക്കെ എന്താ പറയുക വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയോടുകൂടിയും അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാകും. എല്ലാ മാത്സ് ക്വസ്റ്റ്യനും എന്താണ്? പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയോടെ നമ്മൾ എന്ത് കാണണം? ഒരു അടുപ്പം കാണിക്കണം. അങ്ങനെ അടുപ്പം കാണിച്ചാൽ മാത്രമേ മാത്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ടും എന്താ പറയുക നല്ല ടേസ്റ്റോടുകൂടി നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് നമ്മുടെ മാത്സിനെ കരുതാം. അപ്പം നമുക്ക് എന്താകും? അതിനെ നമ്മൾ എന്താ പറയുക ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമുക്ക് വീണ്ടും പലതരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനും ചെയ്ത് കണ്ടുപിടിക്കാനുമുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? പ്രോബ്ലംസ് നോട്ടിൽ ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടൊക്കെ നല്ല വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക. എഴുതി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പെട്ടെന്ന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ എഴുതി പഠിക്കലെന്ന് പറയുന്നത് നമ്മുടെ മാത്സിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.